ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ADGP ആരുടെ ദൂതൻ? RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചത്. RSSന്റെ മറ്റൊരു നേതാവ് റാം മാധവിനെയും ADGP കണ്ടു എന്ന വിവരവും പിന്നാലെ പുറത്തുവന്നു. ഇതോടെ പ്രതിപക്ഷമുയർത്തിയ ആരോപണത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. പോലീസിൽ സംഘപരിവാർവൽക്കരണമെന്ന ഇടതനുഭാവികൾ വരെ വിമർശനം ഉയർത്തുന്നുണ്ട്. അതേ പോലീസിലെ ക്രമസമാധാന വിഭാഗം ADGP RSS നേതാക്കളുമായി നടത്തിയ നിരന്തര കൂടിക്കാഴ്ചയാണ് സർക്കാരിന് തലവേദനയാകുന്നത്. കഴിഞ്ഞ വർഷം മെയ് 22-ന് തൃശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബാളയെ കണ്ടത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിജ്ഞാന ഭാരതി ഭാരവാഹിയുടെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ADGP ഹോട്ടലിലെത്തിയത്. ഇക്കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്നേ അറിയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനങ്ങിയില്ല. സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ നടപടിയുമെടുത്തില്ല. കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമായിരുന്നു RSS നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച. RSSന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ADGP CPIM-കാരൻ അല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ. അയാൾ സ്ഥിരീകരിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാനാവില്ല. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. MR അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പ്രതിപക്ഷ നേതാവ് ആരോപണം വീണ്ടും കടുപ്പിച്ചു. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. ദത്താത്രേയ ഹൊസബാളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള കാരണമായി പറയുന്ന സൗഹൃദത്തിന്റെ ആനുകൂല്യം റാം മാധവിനെ കണ്ടതിൽ MR അജിത് കുമാറിന് ലഭിക്കില്ല. ആദ്യം സംഭവിച്ചത് കണ്ടില്ലെന്ന് നടിച്ചാലും രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ന്യായീകരണവുമില്ല. മുഖ്യമന്ത്രിയുടെ മൗനമുയർത്തി വിഷയം ഇതിനോടകം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ADGP ദത്താത്രേയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ലെന്ന് വരുത്താനുള്ള CPIM നിലപാടിൽ കടുത്ത അതൃപ്തിയുമായി CPI. MV ഗോവിന്ദനെ പരസ്യമായി തള്ളാൻ ബിനോയ് വിശ്വം വാർത്താസമ്മേളനം വിളിച്ചത് അപൂർവതയായി. മുഖ്യമന്ത്രി മൗനം തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നുകൂടിയാണ് ഇതുവഴി CPI വ്യക്തമാക്കുന്നത്. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ADGP MR അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതിന് പാർട്ടിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞൊഴിയാൻ CPM-ന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI. കൂടിക്കാഴ്ച ഗൗരവതരമായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതോടെ CPM-ന് ഇനി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടിവരും. LDFന്റെ ചെലവിലല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ബോധപൂർവമാണ്. ഇതിൽ CPM ഒഴിച്ച് മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും പങ്കില്ലെന്ന് പറയുന്നതായി CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGPക്ക് ഇത്തരത്തിൽ RSSന്റെ വ്യക്തമായിട്ട് പങ്കിടാനുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. LDFന് ഒന്നും പങ്കിടാനില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. LDF ചെറിയ പോയിട്ടില്ല, പോകാൻ പാടില്ല. CPIയെ എതിർക്കാൻ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത് അന്തർധാര സജീവമാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകി. CPI എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പുലിയാണ്. പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് CPI. CPIക്ക് ഒരു അഭിപ്രായവുമില്ല. അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPIM. കേരള പാർട്ടിയെ RSSൽ കൊണ്ടുകെട്ടുമ്പോൾ കേന്ദ്ര നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന KC വേണുഗോപാലിന്റെ ചോദ്യം CPIM കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. RSS നേതാക്കളുമായുള്ള ADGPയുടെ വിവാദ കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIM-ഉം ദുർബല പ്രതിരോധം തീർക്കുമ്പോൾ ആരോപണം പ്രതിപക്ഷ നേതാവിലേക്ക് തിരിച്ചുവിടാനാണ് PV അൻവറിന്റെ ശ്രമം. പുനർജനി കേസ് അട്ടിമറിക്കാൻ VD സതീശന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് PV അൻവറിന്റെ വാദം. എന്നാൽ ED അന്വേഷണം നടക്കുന്നത് അൻവർ അറിഞ്ഞില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തിരിച്ചടി.
PV അൻവർ തനിക്കെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണവും അന്വേഷിക്കട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങുമെന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻവണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. മുകേഷിനെ കൈവിട്ട് സർക്കാർ. ബലാത്സംഗ കേസിൽ മുകേഷ് MLA യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായത് പൂരം നടത്തിപ്പിലെ പോലീസ് വീഴ്ചയാണെന്ന് CPI തുടക്കം മുതലേ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ. ഇതോടെ ഗൂഢാലോചന നടത്തിയാണ് പൂരം കലക്കിയതെന്ന CPI വാദത്തിന് കൂടുതൽ ബലം കിട്ടി. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം VS സുനിൽകുമാർ ശക്തമാക്കി. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. ഇപ്പം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. വിവാദത്തിൽ CPIക്കും CPIഎമ്മിനും ഇടയിൽ ഭിന്നത രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു A. വിജയരാഘവന്റെ മറുപടി. പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റിയില്ല. ഇവിടെ നിങ്ങൾക്ക് നാളെ രാവിലെ തരണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി പിടിക്കണ്ട. ഗവൺമെന്റ് അതൊക്കെ സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലാരും ആ റിപ്പോർട്ട് സാങ്കേതിക കാരണങ്ങളാൽ മാറിയിട്ടുണ്ട്. അത് പരിഹരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തിക്കാം. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ CPIയും നേർക്കുനേരാണ്. പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കണം എന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു. ചോദിച്ചാൽ ഉടനെ പുറത്തുവിടാൻ കഴിയില്ല എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ തിരിച്ചടിച്ചു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക് നമുക്ക് പിന്നീട് തിരികെ എത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പീഡന ആരോപണം ഉന്നയിച്ച മലപ്പുറത്തെ വീട്ടമ്മയ്ക്കെതിരെ നിയമ നടപടിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ. പരാതി വ്യാജമാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് DYSP VV ബെന്നി മലപ്പുറം SPക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറിക്കൽ കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാൻ ഒരു വാർത്താ ചാനലാണ് വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാണ് VV ബെന്നി 24നോട് പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്നാരോപിച്ച് യുവതി ഇന്നും പരാതി നൽകി. യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട DYSP VV ബെന്നി മലപ്പുറം SPക്കാണ് പരാതി നൽകിയത്. ഞാൻ SP സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുട്ടിൽ മെമ്മറി കേസിലെ അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇത്തരത്തില് വ്യാജമായിട്ടുള്ള പരാതികൾ ഇങ്ങനെ പറയിപ്പിച്ച് അത് ചാനലിൽ എയർ ചെയ്ത് തടയുന്നതിന് ശ്രമിച്ചു എന്നുള്ളതിന്റെ നിലയ്ക്ക് ഞാൻ SPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. VV ബെന്നി അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. ആരോപണ വിധേയരായ മുൻ SP S. സുജിത്ദാസും SHO വിനോദ് മലയാട്ടൂരും DGPക്ക് പരാതി നൽകും. S. സുജിത്ദാസ്, VV ബെന്നി, വിനോദ് മലയാട്ടൂർ എന്നിവർ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട പൊന്നാനി പോലീസിൽ വീട്ടമ്മ പരാതി നൽകി. വീട്ടമ്മയുടെ പരാതിയിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്ന് PV അൻവർ ചോദിച്ചു. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു. പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു FIR ഇട്ടാലോ കുഴപ്പം? പൊന്നാനി മുൻ SHO വിനോദ് മലയാട്ടൂരിനെതിരെ യുവതി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. 24 തിരൂർ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. ബലാത്സംഗ കേസിൽ മുകേഷ് MLA യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. മുകേഷിന്റെ ജാമ്യഹർജിയിൽ വിധി വന്നപ്പോഴേ അതിലെ കോടതി പരാമർശങ്ങളിൽ അസ്വാഭാവികത നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു മുൻകൂർ ജാമ്യഹർജിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകയറി എന്നതായിരുന്നു ആക്ഷേപം. സെഷൻസ് കോടതി വിധിയിലെ ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ ഹർജി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും
അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക. ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി. നേരത്തെ വിധി പ്രസ്താവത്തിൽ 15 വർഷം പഴക്കമുള്ള കേസെന്ന നിലയിൽ ചില പരാമർശങ്ങൾ വന്നിരുന്നു. ഇത്ര ലാഘവത്തോടെ ഇത് കാണാനാകില്ലെന്നും വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ടതാണെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു. 19 പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നടൻ നിവിൻ പോളി പ്രതിയായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. യുവതിയുടെ വരുമാന സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. യുവതി വ്യാജ ആരോപണം ഉന്നയിക്കുന്നുവെന്ന പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയും രേഖപ്പെടുത്തും. ഡിസംബർ 14, 15 തീയതികളിലാണ് അതിക്രമം നേരിട്ടതെന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിൽ സംഭവിച്ച പിഴവാണെന്ന് യുവതി പ്രതികരിച്ചു. യഥാർത്ഥ തീയതി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു. ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്, ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പ്രതിഷേധത്തിൽ മുങ്ങി സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം. സംഘടനകളുമായി ചർച്ച നടക്കുന്നതിനിടെ മാക്ട ഭാരവാഹികളാണ് പ്രതിഷേധവുമായി എത്തിയത്. സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട കത്തും നൽകി. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികളുമായാണ് സിനിമാ നയരൂപീകരണ സമിതി ആദ്യ ചർച്ച നടത്തിയത്. ഇതിനിടെയാണ് തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ബി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും എല്ലാ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ഇപ്പോൾ ഇത് സഹകരിക്കില്ല എന്ന് പറയുന്നവരും ഇതിന്റെ കൂടെ നിൽക്കുകയും അവർക്ക് ആരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ, ആരോടൊപ്പെങ്കിലും അവർക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിച്ച് അവരെ മാറ്റി നിർത്തേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നിർത്താം. അതിനൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ അവര് ഇത് ബഹിഷ്കരിച്ചു പോവുകയല്ല. സിനിമയോടൊരു ഉത്തരവാദിത്തം, ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടെങ്കിൽ സിനിമയോടൊപ്പം ചേർന്ന് നിൽക്കണം. നവംബർ അവസാനത്തോടെ നടത്താൻ തീരുമാനിച്ച സിനിമാ കോൺക്ലേവ് നീട്ടിവെച്ചേക്കും. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. No need of conclave. Cancel the conclave and constitute. ഈ ലോ എന്ത് ഫൈൻഡിങ്സോ എന്ത് റെക്കമെൻഡേഷൻ ഉള്ളതോ അത് നമുക്ക് ഇപ്പൊ തന്നെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാമല്ലോ. പണവും സമയവും നഷ്ടപ്പെടുത്താതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടു. 24, കൊച്ചി. വാർത്തകളിലേക്ക് വീണ്ടും. പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ 2 മുതിർന്ന നേതാക്കൾക്ക് താക്കീത്. മുൻ MLA A പത്മകുമാറിനെയും മുതിർന്ന നേതാവ് PB ഹർഷകുമാറിനെയുമാണ് താക്കീത് ചെയ്തത്. CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നടപടിയുണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പത്മകുമാറിനെയും PB ഹർഷകുമാറിനെയും ഒരുമിച്ചിരുത്തി നേതൃത്വം കയ്യാങ്കളി വാർത്ത അന്ന് നിഷേധിച്ചിരുന്നു. എന്നാൽ വിഷയത്തിലിപ്പോൾ പാർട്ടി നടപടിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടിയെന്നത് CPIM ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവം. മാർച്ച് 25-ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താനാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. പ്രചരണത്തിലെ വീഴ്ചകളുടെ പേരിൽ പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായതിനാൽ അന്ന് പാർട്ടി നേതൃത്വം വിഷയത്തിൽ മൗനം പാലിച്ചു. എന്നാൽ ഐസക്കിന്റെ തോൽവിയിൽ കയ്യാങ്കളിയും ഒരു കാരണമായെന്ന വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വവും എത്തുകയായിരുന്നു. സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നടപടികൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും VN വാസവനും പങ്കെടുത്ത ജില്ലാ നേതൃയോഗമാണ് ഇരു നേതാക്കളെയും താക്കീത് ചെയ്യാൻ തീരുമാനിച്ചത്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്താണ് മുതിർന്ന നേതാക്കൾക്കെതിരായ നടപടി. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേതൃത്വം സജീവമായി പരിഗണിച്ചിരുന്ന പേരുകൾ കൂടിയാണ് ഹർഷകുമാറിന്റേതും പത്മകുമാറിന്റേതും. 24, പത്തനംതിട്ട. ഓണവിപണിയിലും CPIയുടെ ഭക്ഷ്യവകുപ്പിനോട് ഇരട്ടത്താപ്പ്. കുടിശ്ശിക കിട്ടാതെ വന്നതോടെ CPIയുടെ കൈവശമുള്ള സപ്ലൈകോയ്ക്ക് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വന്നു. എന്നാൽ പണം കിട്ടിയ CPIന്റെ കൈവശമുള്ള കൺസ്യൂമർ ഫെഡ് വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു.
CPIയുടെ ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ CPIഎമ്മിന്റെ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിൽ വിൽപ്പന നടക്കുന്നത് കുറഞ്ഞ വിലയ്ക്കാണ്. സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ലഭിക്കാത്തതിനാലാണ് സപ്ലൈകോക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. 580 കോടി രൂപ കുടിശ്ശികയിൽ 325 കോടി രൂപ ഓണവിപണിക്ക് ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ നൽകിയത്. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡിന് പണം ലഭിച്ചതിനാൽ പൊതുവിപണിയിൽ നിന്ന് മുൻകൂട്ടി സംഭരിക്കാൻ കഴിഞ്ഞു. കൺസ്യൂമർ ഫെഡിലെ വിലക്കുറവിന് കാരണം ഇതാണ്. സർക്കാർ പണം നൽകാൻ വൈകിയതോടെ കൂടിയ വിലയിൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ സംഭരിക്കേണ്ടി വന്നു. CPI നേതൃത്വം നൽകുന്ന ഭക്ഷ്യവകുപ്പിനോടുള്ള അവഗണനയിൽ വകുപ്പ് മന്ത്രിക്കടക്കം വിയോജിപ്പുണ്ട്. സപ്ലൈകോയ്ക്കുള്ള തുക സമയത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും പാർട്ടിക്കുള്ളിലടക്കം പലതവണ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിൽ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ജിരിബാമിൽ ഉറങ്ങിക്കിടന്നവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഘർഷങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗമാണെന്നാണ് മണിപ്പൂർ പോലീസിന്റെ ആരോപണം. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ റോക്കറ്റ് ഷെൽ ആക്രമണത്തിന് പിന്നാലെയാണ് ജിരിബാം ജില്ലയിലും ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. വീട്ടിലുറങ്ങുകയായിരുന്ന ആൾക്കുനേരെ അക്രമി സംഘങ്ങളെത്തി വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 4 പേർ ആയുധധാരികളായിരുന്നുവെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും റോക്കറ്റ് ഷെൽ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബിഷ്ണുപൂർ, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ ഒന്നിലധികം ഡ്രോണുകൾ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമാണെന്ന് മണിപ്പൂർ പോലീസ്. മണിപ്പൂർ ഇന്റഗ്രിറ്റി കോർഡിനേറ്റിംഗ് കമ്മിറ്റി മണിപ്പൂരിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. 24 ഡൽഹി. 21ാമത് മണപ്പുറം മിന്നലെ മീഡിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പെഗാസസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അജിത് രവിയുടെ നേതൃത്വത്തിൽ കൊച്ചി ലേ മെറിഡിയനിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മികച്ച വാർത്താ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം, മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ്, മികച്ച വാർത്താധിഷ്ഠിത പരിപാടി അവതരണം വി അരവിന്ദ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. റോയ് മണ്ണപ്പിള്ളിൽ, ഡോക്ടർ MC ദിലീപ് കുമാർ, സലാം ബാപ്പു, ദീപ്തി വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്ലൈമറ്റ് കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ചാമ്പ്യന്മാർ. ഫൈനലിൽ ജമ്മു കശ്മീർ ബാങ്ക് ടീമിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് കിരീട നേട്ടം. മഷൂർ, തർപ്പൂയിയ, വസീം എന്നിവരുടെ ഗോളുകൾക്കൊപ്പം ഒരു സെൽഫ് ഗോളും ഗോകുലത്തിന് അനുകൂലമായി. ഗോകുലം കേരള FCയുടെ ചരിത്രത്തിലെ 8ാം കിരീടമാണിത്. 2 തവണ ഐ ലീഗും 1 തവണ ഡ്യൂറന്റ് കപ്പും ഗോകുലം സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി മലപ്പുറം FCയെ നേരിടും. 7-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ആസിഫ് അലി, ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ സിനിമാ മേഖലയിലുള്ളവർ ടീം ഉടമകളുടെ റോളിലും ലീഗിന്റെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.